ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്ത്രീയണം കഴിയാനുള്ളവരൊന്ന് കൈപൊക്കിക്ക്. സ്ത്രീയണത്തിന് വന്നവരെ ഓക്കെ ഏതാണ്ട് എത്ര പേരാ? 47 പേരെന്നാണ് സാറേ. 47 ഇവിടെ 47 പേര് എല്ലാവരും വന്നല്ലോ അല്ലേ? ഓക്കെ, നിങ്ങളെല്ലാവരെയും ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വളരെ ദൈവത്തിന് അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളെ കേൾക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഈ സ്ത്രീയെന്ന ശുശ്രൂഷ ആദ്യ ഭാഗത്ത് കേൾക്കുവാനായിട്ട് ദൈവം നമുക്കിടയാക്കി. ഈ പെരുന്നാളിനോടനുബന്ധിച്ച് 56ാമത് പള്ളിപ്രതിഷ്ഠാദിന പെരുന്നാളോടനുബന്ധിച്ച് പ്രകാരം സ്ത്രീകളുടെ ശുശ്രൂഷയും കൂടെ ക്രമീകരിച്ചതിന് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നേരത്തെ ഈ ശുശ്രൂഷയെക്കുറിച്ച് പറയുകയും ക്ഷണിക്കുകയും ചെയ്ത് ഞങ്ങളുടെ കുടുംബമായിട്ട് ക്ഷണിക്കുകയും ചെയ്ത പ്രിയ അച്ഛനോടും അതുപോലെ തന്നെ ജോസ്മാൻ സാറിനോടും സഭയുടെ കൈക്കാരന്മാർ, കമ്മിറ്റി അംഗങ്ങൾ, സെക്രട്ടറി, കപ്പ്യാരിച്ചൻ, സഭാമക്കൾ എല്ലാവരോടും, ഡയസിസ് കൗൺസിൽ അംഗങ്ങൾ, നിങ്ങളോട് എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹോസമേറ്റ് അറിയിക്കും. ഇനി പ്രസംഗമല്ല, ചോദ്യമാണ്. ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ എന്നാ പറയണം? ഉത്തരം പറയണം അല്ലേ? ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയണം അല്ലേ? തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും കുഴപ്പമില്ല, ഉത്തരം പറഞ്ഞാൽ ഓക്കെ. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അനുസരണവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അനുസരിക്കുമ്പോൾ ദൈവാനുഗ്രഹം. ഇന്ന് അല്പം നമ്മൾ കേട്ടു അല്ലേ? അതുമായിട്ട് ബന്ധപ്പെട്ട വചനമാണ് നമ്മൾ കേട്ടത് അല്ലേ? ദൈവിക അനുഗ്രഹങ്ങൾ എങ്ങനെ ലഭിക്കുന്നു? ദൈവത്തെ അനുസരിക്കുന്നതിലൂടെ ലഭിക്കും. ദൈവിക അനുഗ്രഹങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നതിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത് അല്ലേ? നമ്മളെ സ്നേഹിക്കാത്തവർക്ക് നമുക്ക് എന്തെങ്കിലും തരാൻ പറ്റുമോ? അല്ലെ നമുക്ക് ഇഷ്ടമില്ലാത്തവർക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കുമോ? കൊടുക്കത്തില്ല അല്ലേ? ദൈവം അതുപോലെ തന്നെ. ദൈവം നല്ലവനാണ് അല്ലേ? ദൈവത്തിന് നമ്മളോട് ഇഷ്ടമുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒരു മനുഷ്യന് ദൈവത്തിന് ഒരു മനുഷ്യനോട് പ്രസാദം തോന്നിയാൽ പിന്നെ അവൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ ദൈവിക അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ ദൈവത്തിന് ഇഷ്ടമുള്ളവരായിട്ട് നമ്മൾ ജീവിക്കണം. ദൈവത്തിന് ഇഷ്ടമുള്ളവരെന്ന് പറഞ്ഞാൽ കൽപ്പനകൾ പ്രമാണിക്കുക എന്നുള്ളതാണ് അല്ലേ? ഈ ഭൂമിയിൽ നമ്മൾ നോക്കിയാൽ എല്ലാവരും ചില നിബന്ധനകൾ അനുസരിച്ചാണ് ജീവിക്കുന്നത്, ചില പ്രമാണങ്ങൾക്കനുസരിച്ചാണ് ജീവിക്കുന്നത്, ചില രീതികൾക്കനുസരിച്ചാണ് ജീവിക്കുന്നത്, ചില വഴിയെയാണ് അവർ നടക്കുന്നത്. എല്ലാ മനുഷ്യരും ഒരു വഴിയെ നടക്കാത്ത ഒരു ആളും ഇല്ല. എല്ലാവരും ഒരു പ്രത്യേക വഴികൾ തന്നെ നടക്കുന്നത് അല്ലേ? ഓക്കെ, എല്ലാ മനുഷ്യർക്കും അവരുടേതായ വഴികൾ ഉണ്ട്. എല്ലാവർക്കും അവരുടേതായ വഴികളുണ്ട്. വേദപുസ്തകത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്: എല്ലാ മനുഷ്യരും എന്ത് ചെയ്യുന്നു? അവരവരുടെ ദേവന്മാരുടെ നാമത്തിൽ നടക്കുന്നു, ഞങ്ങളോ എന്ത് ചെയ്യും? ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ നടക്കും. ഇസ്രായേലിൻ്റെ ഒരു സാക്ഷ്യമാണ്. എല്ലാ ജാതിക്കാരും എന്ത് ചെയ്യുന്നു? അവരവരുടെ ദേവന്മാരുടെ നാമത്തിൽ എന്ത് ചെയ്യുന്നു? നടക്കുന്നു. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ യഹോവയുടെ നാമത്തിൽ നടക്കും. ഇസ്രായേലിൻ്റെ ഒരു സാക്ഷ്യമാണ്. ദൈവം ഇസ്രായേൽ മക്കളെ വിളിച്ചു വേർതിരിച്ചു. ആരുടെ സന്തതികളാണ് ഇസ്രായേൽ മക്കൾ? അറിയാമോ? ആരുടെ സന്തതികളാണ്? ആരുടെ മക്കളാ ഇസ്രായേൽ മക്കൾ? കേട്ടില്ല? അബ്രഹാമിന്റെ മക്കളാണോ? നിങ്ങൾ എന്നാ പറയുന്നു? ആരുടെ മക്കളാ ഇസ്രായേൽ മക്കൾ? പറഞ്ഞു, തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും കുഴപ്പമില്ല. അല്ലേ? അബ്രഹാമിന്റെ മക്കൾ എന്ന് പറയുന്നു, മോശയുടെ മക്കൾ എന്ന് പറയുന്നു, യാക്കോബിന്റെ മക്കൾ എന്ന് പറയുന്നു. ആരുടെ മക്കൾ? ആരുടെ മക്കളാ? ഓക്കെ, ആരുടെ മക്കളായിരിക്കും? പറഞ്ഞേ, നിങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞാൽ ഉറക്കെ പറ. അല്ലേ? യഹോവയുടെ മക്കൾ എന്ന് പറയുന്നു. പിന്നെ അല്ലെങ്കിൽ കൊയർകാരോട് ചോദിക്കും, അല്ലെങ്കിൽ എൻ്റെ സാറന്മാരോട് ഇരിപ്പുണ്ട്, അവരോട് ഞാൻ ചോദിക്കും. അച്ഛന്മാരോട് ചോദിക്കുന്നില്ല. ആരുടെ മക്കളാ? അബ്രഹാമിന്റെ മക്കൾ എന്ന് പറയുന്നത് ഒരു ശരിയാണ്. പക്ഷേ അബ്രഹാമിന്റെ മക്കളെല്ലാം ഇസ്രായേൽ മക്കളാണെന്ന് ചോദിച്ചാൽ അല്ല. അതാണ് അതിൻ്റെ ഒരു കാര്യം. പിന്നെ മോശയുടെ മക്കളാണെന്ന് ചോദിച്ചാലോ?
മോശയുടെ മക്കളും അല്ല. മോശയുടെ മക്കളും അതിൻ്റെ തൊണ്ടെന്നുള്ളത് ശരിയാണ്. മോശയും മോശയുടെ മക്കളല്ല, അതിൻ്റെ തൊള്ളതാണ്. മോശയുടെ മക്കളും അല്ല. പിന്നെ ആര്? ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. അന്നേരം നമ്മളോ? അല്ലേ? അപ്പോൾ ഇസ്രായേൽ മക്കൾ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ സന്തതിയാണ്. മനസ്സിലായല്ലോ? ഇസ്രായേൽ മക്കൾ ആരുടെ മക്കളാ? ഇസ്രായേലിൻ്റെ മക്കളാ. ഇസ്രായേൽ ആരാ? യാക്കോബ്. മുമ്പ് ഇവിടെ നിരന്തരം പറഞ്ഞാൽ യാക്കോബിൻ്റെ മക്കളെയാണ് എന്തെന്ന് പറയുന്നത്? ഇസ്രായേൽ എന്ന് അറിയപ്പെടുന്നത്. അല്ലേ? ഇന്ന് മുതൽ നീ ബഹുജാതികൾക്ക് പിതാവ് എന്ന് പറഞ്ഞവനെ ആരെന്ന് വിളിക്കും? ഇസ്രായേൽ എന്ന് പേരാവുന്നതാണ് ഇസ്രായേൽ. അവരുടെ സന്തതി പരമ്പരകളാണ്. ഗോത്രപിതാക്കന്മാർ 12 പേര് അവരിങ്ങനെ എന്ത് ചെയ്യുന്നു? വളർന്നു വരും. അല്ലേ? അവര് അബ്രഹാമിന്റെ സന്തതിയിൽ യാക്കോബിന്റെ സന്തതി പരമ്പരകൾ 430 സംവത്സരം മിസ്രൈമിൽ അടിമകളായിട്ട് പാർന്നു. 430 വർഷവും അടിമകളല്ലായിരുന്നു. അവർ 430 വർഷം എന്ത് ചെയ്യുന്നു? മിസ്രൈമിലായിരുന്നു. അതിലെ ജോസഫിൻ എന്ന് പറയുന്ന അതിശക്തനായൊരു ഭരണാധികാരി ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്തിന് ശേഷം അദ്ദേഹത്തെ അറിയത്തില്ലാത്ത ഒരു കൂട്ടം ഭരണകർത്താക്കൾ വന്നപ്പോൾ ഇസ്രായേൽ മക്കളുടെ നല്ല കാലം അവസാനിച്ചു എന്ന് പറയാം. അവർക്ക് പീഡനങ്ങൾ തുടങ്ങി. കാരണം അവർ ആ ദേശത്തേക്കാൾ വളരെ ബലവാന്മാരായിരുന്നുകൊണ്ട്, ശക്തന്മാരായിരുന്നുകൊണ്ട്, എണ്ണത്തിൽ അവർ വർദ്ധിച്ചു വരുന്നത് കൊണ്ട് ആ ദേശക്കാരൻ ഇസ്രായേൽ അവരെ പേടിച്ചു. അവരെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ശ്രമിച്ചു. ഇല്ലായ്മ ചെയ്യുന്നു പറഞ്ഞാൽ കഠിനമായിട്ട് ഉള്ള ജോലികൾ കൊടുത്തു, പീഡനങ്ങൾ അഴിച്ചു വിട്ടു. മാത്രമല്ല വേണ്ട രീതിയിൽ ഭക്ഷണം കൊടുക്കാതെ ഇരുന്നു. ആൺകുഞ്ഞുങ്ങളെല്ലാം ചെയ്യുന്നു, രഹസ്യമായിട്ട് കൊല്ലാനായിട്ട് തുടങ്ങി. അങ്ങനെ ഏതെല്ലാം വിധത്തിൽ ഇവരെ നശിപ്പിക്കാമോ അങ്ങനെയെല്ലാം നശിപ്പിക്കാനായിട്ട് നോക്കി. എന്നാൽ ദൈവം എന്ത് ചെയ്തു? ദൈവം അവരെ കുറഞ്ഞു പോകാനായിട്ട് ഇടയായില്ല. അവർ വീണ്ടും എന്ത് ചെയ്തു? അങ്ങനെ ദൈവത്തിൻ്റെ സമയം വന്നപ്പോൾ അവരെ മിസ്രൈമിൽ എന്ത് ചെയ്തു? പുറപ്പെടുവിച്ചു. അപ്പോൾ പുറപ്പെടുവിക്കുമ്പോൾ ഉണ്ടായൊരു കാരണമുണ്ട്. അത് പറഞ്ഞ ഇപ്രകാരമാണ്: മോശയുടെ സഹോദരനായ അഹരോനും കൂടെ ഫറവോൻ്റെ അടുത്ത് എന്ന് പറയും, ഫറവോനെ, എൻ്റെ ജനത്തെ എന്ത് ചെയ്യണം? ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കാനായിട്ട് വിട്ടയക്കണം. ഇസ്രായേൽ മക്കളെ യഹോവയാകുന്ന ദൈവത്തെ ആരാധിപ്പാൻ വിട്ടയക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ 430 വർഷം കഴിഞ്ഞ അന്നും തന്നെ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു. എന്തിനു വേണ്ടിയാണ് പുറപ്പെടുവിച്ചേ? ദൈവത്തെ ആരാധിക്കാൻ. ദൈവത്തെ ആരാധിപ്പാൻ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനത്തിന് അവർ പോകുന്ന വഴിയിൽ അവർ മരുഭൂമിയിൽ കൂടെയാണ് ദീർഘകാലം യാത്ര ചെയ്ത്. ചരിത്രം അറിയാമെന്ന് ഞാനത് പറയുന്നില്ല. അവിടുന്ന് യാത്ര ചെയ്തു. ഒത്തിരി താമസിക്കാതെ തന്നെ ദൈവത്തെ എങ്ങനെ ആരാധിക്കണം എന്ന് അവരെ പഠിപ്പിച്ചു. ശ്രദ്ധിച്ചോ? മരുഭൂമിയിൽ വെച്ച് ദൈവത്തെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത് എന്ന് ദൈവം എന്ത് ചെയ്തു? അവർക്ക് പറഞ്ഞു കൊടുത്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൽപ്പനകൾ. എന്താണ് കൽപ്പനകൾ? എത്ര എണ്ണമുണ്ട് അറിയാമോ? അറിയത്തില്ലാത്ത കൈവക്കിക്ക്. 10 കൽപ്പന അറിയത്തില്ലാത്തവര് എല്ലാവർക്കും അറിയാമോ? ചോദിക്കട്ടെ. ഓക്കെ. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ചോദിച്ചു വന്നപ്പോൾ ഒരാൾക്ക് ഒരു കൽപ്പന അറിയത്തുള്ളൂ, ഒരാൾക്ക് 9 എണ്ണം അറിയാം, ഒരാൾക്ക് 8 എണ്ണം അറിയത്തുള്ളൂ അല്ലേ? ഒരാൾക്ക് ഒരു കൽപ്പനയും അറിയത്തില്ല. അങ്ങനെ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നില്ലേ? കൽപ്പന അറിയത്തില്ല, എന്നാ ചെയ്യും? എന്നാ ചെയ്യാനല്ലേ? കൽപ്പനത്തിന് എന്നാ ചെയ്യാൻ? ഒന്നും ചെയ്യാനൊന്നുമില്ല അല്ലേ? ഓക്കെ. കൽപ്പന എന്ത് ചെയ്യണം? കൽപ്പന പഠിക്കണം അല്ലേ? കൽപ്പന എവിടെയാ രേഖപ്പെടുത്തിയിരിക്കുന്നത്? യാത്രാകർമ്മത്തിലാണ് രേഖപ്പെടുത്തിയത് അല്ലേ? ഓക്കെ. ഈ കൽപ്പന ദൈവം മോശയ്ക്ക് കൊടുത്തു അല്ലേ? അത് എന്തിനാ ദൈവം എഴുതി കൊടുത്തത്? എന്തിലാണ് ദൈവം കൽപ്പന എഴുതി കൊടുത്തത്? ബുക്കേലാണോ പേപ്പറിലാണോ? എവിടെ? കല്ലിൽ അല്ലേ? അതിനാ കല്ലിൽ എഴുതി കൊടുക്കുന്നത്? എന്തിനായിരിക്കും? കൽപ്പനയൊക്കെ പറഞ്ഞാൽ പോരെ? എന്തിനു മാഞ്ഞു പോകാതിരിക്കണം? ഇവിടെ ഒരു കല്ലെഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? അതുപോലെ കല്ലായി കല്ലെന്ന് പറയുന്നില്ലേ? അവിടെ ഒരു ഗ്രാനൈറ്റിലെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? ആ കല്ലുകളുണ്ട്. ഇന്ന മാസം 7 വർഷം മുമ്പ് അവിടെ സ്ഥാപിച്ചതാ അല്ലേ? എന്താ DSIയുടെയൊക്കെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? എന്നാ അതിൻ്റെ അർത്ഥം? ആൾക്കാർക്ക് അറിയത്തില്ലേ? എന്തിനോർക്കണം? ഈ പള്ളി പണിതതിന് അതിന് സഹായിച്ച ആൾക്കാരെന്ന് അറിയത്തില്ല അല്ലേ? അന്നുള്ളവർക്കറിയാം. അതിനുശേഷം വരുന്നവർക്ക് എന്ത് ചെയ്തില്ല? അറിയണമെന്ന് നിർബന്ധമില്ല. ശേഷം വരുന്നവർക്ക് മാത്രമല്ല, ആരെല്ലാം ഇതിൻ്റെ വാതൊക്കെ കൂടെ പോകുന്നു അവരെല്ലാം അറിയണം. ഇന്ന മാസം ഇത്രാം തീയതി ഇന്ന വർഷം ഇന്ന ആൾക്കാരെന്ത് ചെയ്തു? ഈ പള്ളിക്ക് കല്ലിട്ടു,
എത്രയും ബഹുമാനം DSI പോലും എന്ത് ചെയ്തിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. DSI അതാരാ അല്ലേ? അത് ദൂരെ നാട്ടിൽ നിന്ന് വന്ന് നമ്മളെ സഹായിച്ച ഒരു പരിമാന മനുഷ്യൻ അല്ലേ എന്നൊക്കെ ആൾക്കാർ എന്ത് ചെയ്യും, ഓർക്കും. എന്ന് തലമുറ ഇങ്ങനെ കടന്നു വരുമ്പോഴും ഓർക്കും. അതോർത്ത് ദൈവത്തെ മാത്രം. അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് ദൈവനാമ മഹത്വത്തിനായിട്ട് അവർ ചെയ്തു അല്ലേ. അപ്പോൾ അത് കേൾക്കുന്നവരും കാണുന്നവരും വായിക്കുന്നവരെല്ലാം എന്ത് ചെയ്യും, ആ കാര്യങ്ങൾ ഓർത്ത്, ഇങ്ങനെ ഒരു സഭ ഇവിടെ സ്ഥാപിതമായത് ഓർത്ത്, ഈ ദേവാലയം ഇങ്ങനെ ഉണ്ടായതിനെ ഓർത്ത് എന്ത് ചെയ്യും, അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റും. ഓർമ്മയ്ക്ക് വേണ്ടിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, തലമുറകൾ ഓർക്കാൻ വേണ്ടി. വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഇതിലെ ഈ കാര്യം മറന്നു പോകാതിരിക്കാൻ എല്ലാ തലമുറയും ഓർക്കാൻ വേണ്ടി എന്ത് ചെയ്തു, ദൈവം കല്ലിൽ എഴുതി കൊടുത്തു. എത്ര കൽപ്പന? 10 കൽപ്പന എഴുതി കൊടുത്തു അല്ലേ. ഈ 10 കൽപ്പന കല്ലിൽ എഴുതി കൊടുത്തിട്ട് മോശയെ വിളിച്ചു. മോശയും ദൈവവും കൂടെയാണ് എന്ത് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്. കൽപ്പന ദൈവം തൻ്റെ സ്വന്തം കൈ കൊണ്ട് എഴുതി എന്നാണ് വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ട് ഈ കൽപ്പനയെക്കുറിച്ച് മോശയോട് ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു. നമ്മൾ പുറപ്പാട് പുസ്തകം യാത്രാക്രമം നമ്മൾ വായിക്കുമ്പോൾ അവിടെ 20-ാം അധ്യായം തൊട്ട് 34-35 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവിടെ ചെറിയൊരു ഇടവേളയ്ക്ക് ഒഴിച്ചാൽ ബാക്കി മുഴുവനും എന്ത് ചെയ്യുന്നത്, കൽപ്പനയെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. കൽപ്പനയെക്കുറിച്ച് വ്യാഖ്യാനിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ 10 കൽപ്പന നമ്മൾ വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ അവിടെ ചേർന്ന് എന്ത് ചെയ്യണം, അതും കൂടെ ഇങ്ങനെ വായിച്ച് മനസ്സിലാക്കിയാണ് അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കണം അല്ലേ. അത് യേശു ആരായിരുന്നു? ഇത് ദൈവം കൊടുത്തു അല്ലേ. യേശു ആരാ? രക്ഷകൻ അല്ലേ. യേശു രക്ഷകനാണ്. ഓക്കെ, എന്നാലും യേശു ആരാ? ദൈവമാണ് അല്ലേ. ഓക്കെ, ദൈവമാണ്. ദൈവം കൽപ്പന കൊടുത്ത ദൈവം നമ്മുടെ പഠിപ്പിക്കലനുസരിച്ച് പിതാവായ ദൈവം അല്ലെങ്കിൽ സർവശക്തനായ ദൈവം. സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രൻ യേശു കർത്താവ് അല്ലേ. യേശു കർത്താവ് ഈ കൽപ്പനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഭഗവാനുള്ള അച്ഛൻ വായിച്ചു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അല്ലം ചെയ്ത പ്രകാരം ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കി എത്രയായിട്ട് പറഞ്ഞു? 2 ആയിട്ട് പറഞ്ഞു അല്ലേ. ഏതെല്ലാവാം? 2 കൽപ്പന യേശു ചുരുക്കി 2 ആയിട്ട് പറഞ്ഞു. ഏതാവാം? ഞാൻ പറയുന്നത് മലയാളം ആയതുകൊണ്ട് നിങ്ങൾക്ക് തിരിയാൻ മനസ്സിലാകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല, എന്നാലും മനസ്സിലാവുന്ന എൻ്റെ വിചാരം അല്ലേ. ഞാൻ കൈകൊണ്ട് ആകെയൊക്കെ കാണിക്കുന്നു, അപ്പോൾ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. കൽപ്പന അല്ലേ. എങ്ങനെ പറഞ്ഞു? എത്രയാക്കി പറഞ്ഞു? 2 ആക്കി പറഞ്ഞു. ഏതെല്ലാവാ? നമ്മൾ മുറകളെന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടോ? മുറകൾ അത് വേണ്ട, നമുക്ക് ചുരുക്കി അങ്ങനെ പറയാം അല്ലേ. നമ്മുടെ കർത്താവായ യേശു മിശിഹാ ചെയ്ത പ്രകാരം ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം. എന്താണ് ചുരുക്കം? നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും തന്നെ സ്നേഹിക്കണം. അത് 1-ാമത്തെ കൽപ്പന. 2-ാമത്തേതോ? 2-ാമത്തേതാ? രണ്ടാമത്തെ ഈ പറഞ്ഞ 2-ാമത്തെ കർത്താവ് പറഞ്ഞ 2-ാമത്തെ കൽപ്പന ഏതാ? യേശു പറഞ്ഞ 2-ാമത്തെ അതാ ചോദ്യം. 1, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ മനസ്സോടും പൂർണ്ണശക്തിയോടും പൂർണ്ണാത്മാവോടും കൂടെ സ്നേഹിക്കണം. അത് 1-ാമത്തെ കൽപ്പന. 2-ാമത്തേത് അതിനോട് സമം. ഇപ്പോൾ അച്ഛൻ പറഞ്ഞോളൂ. ഏതാ അത്? നമ്മൾ മുമ്പ് ചൊല്ലിയപ്പോൾ നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ? എവിടെ പോയായിരുന്നു? മുമ്പേ അച്ഛനത് പറഞ്ഞാണ് ആരാധന തുടങ്ങിയത് അല്ലേ. അപ്പം നിങ്ങൾ കേട്ടില്ലേ? അത് പറയാതെ CSIയിൽ ഒരു ആരാധന പോലും ഇല്ല, കമ്മ്യൂണിസ്റ്റ് സർവീസ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതാ? നിന്റെ കൂട്ടുകാരനെ അത്രയുള്ളത് അല്ലേ. തിരുമേനി ഇത്രയുള്ളായിരുന്നു, എനിക്ക് ഞങ്ങൾക്കറിയായിരുന്നു അല്ലേ. എന്നാൽ പിന്നെ പറയാൻ തരാം. 2-ാമത്തേത് അതിനോട് സമം, അതായത് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഈ 2 കൽപ്പനകളിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട്? സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കും അല്ലേ. ഓക്കെ, അടുത്ത ചോദ്യം. ന്യായപ്രമാണം ഏതാണ്? കേട്ടില്ല ആരാധന? പഞ്ചഗ്രന്ഥങ്ങൾ ഏതെല്ലാമാ? ഓക്കെ, മിടുക്കി. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. ഇതാണ് പഞ്ചഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. മോശ എഴുതിയ 5 പുസ്തകങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ന്യായപ്രമാണ പുസ്തകങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യഹൂദന്മാരുടെ ഇസ്രായേൽ മക്കളുടെ
ബൈബിൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ തോറ എന്ന് പറയും അല്ലേ, അതാണ് ന്യായപ്രമാണം. ഈ 2 കൽപ്പനകളിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട്? സകല ന്യായപ്രമാണവും, ഈ 5 പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും. പിന്നെ ആരടങ്ങിയിരിക്കുന്നത്? പ്രവാചകന്മാര്. 2 പ്രവാചകന്മാരുടെ പേര് പറഞ്ഞേ. പ്രവാചകന്മാരുടെ പേര് പറഞ്ഞു. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? പറഞ്ഞു. പ്രവാചകന്മാരാരല്ലവാ? ഇന്ന് 1-ാം പാഠം വായിച്ച ഏത് പുസ്തകമാണ്? 1-ാം പാഠം ഏതാ? ഹെസ്കേൽ പ്രവചനം. പിന്നെ ഹെസ്കേലിന്റെ ഒരു പ്രവാചകൻ. പിന്നെ വേറെ ഏതാ? CSIയോ? യെശയ്യാവ് ഒരു പ്രവാചകൻ. പിന്നെ യെശയ്യാവ്, യെരമ്യാവ്, ദാനിയേൽ, ഹോശേയ, യോവേൽ, ആമോസ് അല്ലേ? എന്തുമാത്രം പ്രവാചകന്മാരാ അല്ലേ? അപ്പൊ ഈ 2 കൽപ്പനയിൽ, ഒരു കൽപ്പനയിൽ എന്തടങ്ങിയിട്ടുണ്ട്? സകല ന്യായപ്രമാണം അടങ്ങിയിട്ടുണ്ട്. അതായത് ആവർത്തന പുസ്തകം അടങ്ങിയിട്ടുണ്ട്. പിന്നത്തെ കൽപ്പനയിൽ അടുത്ത എന്തടങ്ങിയിട്ടുണ്ട്? പ്രവാചകന്മാരടങ്ങിയിട്ടുണ്ട്, എല്ലാ പ്രവാചകന്മാരും. അപ്പോൾ ഈ 2 കൽപ്പന, കർത്താവ് ചുരുക്കി പറഞ്ഞ 2 കൽപ്പന പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്തും കൂടെ ചേർത്ത് പഠിക്കണം. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യസംഖ്യ, ആവർത്തനവും പ്രവാചകന്മാരുടെ പുസ്തകങ്ങളും വായിച്ച് പഠിച്ചാൽ മാത്രമേ കർത്താവ് ചുരുക്കി പറഞ്ഞ ഈ 2 കൽപ്പനകളുടെ അർത്ഥം യഥാർത്ഥത്തിൽ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് മനസ്സിലാകും. അപ്പം നിങ്ങൾ 10 കൽപ്പന പഠിച്ചു എന്ന് പറഞ്ഞാൽ എന്തറിയത്തില്ല, അത് പൂർണ്ണമാകണമെന്നില്ല. പൂർണ്ണമാണെങ്കിൽ എന്ത് ചെയ്യണം? അത് മുഴുവൻ പഠിച്ചു വരണം. എന്ന് പറഞ്ഞാൽ എത്ര നാളെടുക്കും പഠിക്കാൻ? എത്ര നാളെടുക്കുമായിരിക്കും? കുറഞ്ഞൊരു 10-85 വർഷം എടുക്കും അല്ലേ? നിങ്ങളൊരു 80-85 വയസ്സാകുമ്പോഴേ തിരിച്ചുള്ളൂ ഇവിടെ വരുള്ളൂ അല്ലേ? അതിനോടെ എന്തായിരിക്കും എല്ലാം നമ്മുടെ കോലം അല്ലേ? പറയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ അർത്ഥം, നിങ്ങൾ ഇന്ന് മുതൽ വിശുദ്ധ വേദവസം വായിക്കണം. വേദവസം ഇന്ന് രാവിലെ പള്ളി വരുന്നതിന് മുമ്പ് ഒരു വായിച്ചു വരുന്ന വേദവസം ഇന്ന് പള്ളി വരുന്നതിന് മുമ്പ് വായിച്ച കുട്ടികളെന്ന് പ്രായമുള്ളവരും ഉൾപ്പെടുത്തുന്നുണ്ട്, വായിക്കാൻ അറിയാവുന്നവർ. ഇന്ന് കൈവയ്ക്ക് ഇന്ന് പള്ളി വരുന്നതിന് മുമ്പ് വേദവസം വായിച്ചവർ, സഭാമക്കളല്ല കേട്ടോ, ഇവിടെ മുമ്പിലിരിക്കുന്ന മക്കളാണ്. ഓക്കെ, ആരും വായിച്ചില്ല? ഞാൻ പറഞ്ഞ മനസ്സിലായി കാണുമോ? വേദോത്സവം ഇന്ന് പള്ളി വരുന്നതിന് മുമ്പ് ഇന്നത്തെ ദിവസം വായിച്ചവർ. ഒരാൾ വായിച്ചിട്ടുണ്ട്. സ്ഥിരീകരണത്തിനുള്ളതാണോ? സ്ഥിരീകരണത്തിനുള്ളതാണോ? ഓക്കെ, ഒരാൾ അല്ല. ഓക്കെ, അല്ലാത്തവർ വന്നിട്ടുണ്ട് കേട്ടോ, വായിച്ചവരുണ്ട്. ഓക്കെ, സ്ഥിരീകരണത്തിന് വന്നവർ ഈ 47 പേരിൽ ഇന്ന് രാവിലെ വേദോത്സവം വായിച്ചവർ. ഇടപെട്ടക്കാരനെ വേദോത്സവം വായിക്കാതെ അവർ വന്നിരിക്കുക. ഓക്കെ, ഇന്ന് പ്രാർത്ഥിച്ചവരെന്ന് ചോദിച്ചാൽ, ഇന്ന് പള്ളി വരുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചവർ എത്ര പേര്? ഓക്കെ, എല്ലാം കണ്ട ഒരു 10 പേര്, 12 പേര് കൂട്ടാം കേട്ടോ. 47-ലെ 12 പേര്. ബാക്കി ആൾക്കാർക്ക് ഇത് കൊടുക്കണം എന്നുള്ളത് പട്ടക്കാരൻ പറയണം അല്ലേ? വേദോത്സവം വായിക്കാതെയും പ്രാർത്ഥിക്കാതെയും ഒരുങ്ങി പോതിരിക്കുക അല്ലേ? എങ്ങോട്ടാ പോകുന്നത്? പള്ളിയിൽ. എന്തിനാ പോണേ? സ്ഥിരീകരണത്തിന്. സ്ഥിരീകരണം എന്ന് പറഞ്ഞാൽ എന്താ? ദൃഢപ്പെടുത്തൽ. എന്നതാ ദൃഢപ്പെടുത്തുന്നത്? ഉറപ്പിക്കൽ. എന്നതാ ഉറപ്പിക്കുന്നത്? ഓക്കെ, ഇതുവരെ വന്നതെല്ലാം എന്ത് ചെയ്തിരിക്കുന്നു? ഞാൻ അങ്ങ് ക്ഷമിച്ചിരിക്കുന്നു കേട്ടോ. ഇന്ന് തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് തൊട്ട് എല്ലാ ദിവസവും എന്ത് ചെയ്യണം? വേദോത്സവം വായിക്കും. എല്ലാ ദിവസവും വേദോത്സവം വായിക്കും. സ്വന്തമായിട്ട് വേദോത്സവം വായിക്കാം. സ്വന്തമായിട്ട് എന്ത് ചെയ്യണം? ദൈവമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും വേദോത്സവം വായിക്കുകയും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഓക്കെ, ചെയ്യുമോ? ഉറപ്പാണോ? കുറച്ച് കഴിയുമ്പോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുന്നു? സമ്മതിക്കുന്നുണ്ട്, പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. ഓർത്തോണം, പ്രതിജ്ഞ എടുത്ത് അതിന് വിശദീകരണമാണ് ഞാനിപ്പോൾ പറയുന്നത്. അതിനെ പറയാതിന് പകരമാണ്. എല്ലാ ദിവസവും വേദോത്സവം വായിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ശരിയാ? ശ്രദ്ധിച്ചിരുന്നോ? ഓക്കെ, നിങ്ങളത് പറഞ്ഞിരിക്കുന്നു. എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നവരാണോ നിങ്ങൾ? അതായത് ഈ പള്ളി CSI പള്ളിയിൽ പോകുന്നവരാണോ? ഓക്കെ, ഒരു മാസത്തിൽ
4 ഞായറാഴ്ചയിൽ 5 ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നവരെ കൈവയ്ക്കേ. പള്ളിയിൽ പോകുന്നവരെ, പള്ളിയിൽ ആരാധനയ്ക്ക് പോകുന്നവരെ കുറിച്ചാണ് ചോദിക്കുക. 1, 2, 3, 4. ഒരു മാസത്തിൽ 4, 5 ഞായറാഴ്ചകളിൽ, അല്ല 4 ഇരിക്കട്ടെ, 4 ഞായറാഴ്ചയെങ്കിലും പള്ളി പോകുന്നു, തുടർച്ചയായിട്ട് പള്ളി പോകുന്നു. ഓക്കെ. 3 ഞായറാഴ്ച പോകുന്നവർ 3 ഞായറാഴ്ച. ഓക്കെ, ഒരാൾ 3 ഞായറാഴ്ച, 2 പേരും 3 ഞായറാഴ്ച പോലെ. ഓക്കെ, 2 ഞായറാഴ്ച പോകുന്നവർ 2 ഞായറാഴ്ച പോകുന്നവർ 4 പേരുണ്ട്. ഓക്കെ. 1 ഞായറാഴ്ച പോകുന്നവർ 1 ഞായറാഴ്ച, ഒരു മാസത്തിൽ 1 ഞായറാഴ്ചയെങ്കിലും എന്ത് ചെയ്യും? കൃത്യമായിട്ട് പള്ളിയിൽ പോകുന്നവർ. 1 ഞായറാഴ്ചയും പോകാൻ പറ്റാത്തവരെ, 1 ഞായറാഴ്ചയും പോകാൻ പറ്റാത്തവരെ. ഓക്കെ, ഒരു 6 മാസത്തിൻ്റെ ഇടയ്ക്ക് ഒരു 3 ഞായറാഴ്ചയെങ്കിലും പള്ളിയിൽ പോകാത്തവരെ, അല്ല പോകുന്നവർ. കുറെ പേര് കൈവക്കാൻ ഇനിയും ഇരിപ്പുണ്ട്, അവർ ഏത് ഗണത്തിൽ കൊണ്ടിരിക്കാനും. ഈ കുട്ടികളുടെ മാതാപിതാക്കന്മാർ വന്നിട്ടുള്ളവർ കേൾപ്പിക്കുക. മാതാപിതാക്കന്മാരെ, ഓക്കെ, 47 പേർക്ക് എത്ര പേരുണ്ട്? അയ്യോ, 47 എങ്ങനെയാണെങ്കിലും തികയുന്നില്ല കേട്ടോ. 47 പേർക്ക് എത്ര മാതാപിതാക്കന്മാർ വേണം മിനിമം? മിനിമം 90 പേരെങ്കിലും വേണം അല്ലേ? പോട്ടെ, 80 വേണം അല്ലേ? 80 പേരൻസ് പറഞ്ഞു അല്ലേ? 80 പോയിട്ട് അതിന് പകുതി പോലും കൈ പൊക്കിയിട്ടില്ല. ഒരു പക്ഷേ ഞാൻ ചോദിച്ച് മനസ്സിലാകുന്നുണ്ടായിരിക്കും. ഓക്കെ, ജ്ഞാനമാതാപിതാക്കന്മാർ വന്നിട്ടുള്ളവരെ ഉപയോഗിക്കും. ജ്ഞാനമാതാപിതാക്കന്മാർ 4, 3, 7, 8. ഓക്കെ, കൈ താഴ്ത്തില്ല. സാധാരണഗതിയിൽ കുഞ്ഞ് പിള്ളേരാണെങ്കിൽ എത്ര പേര് കാണണം? കുറച്ച് പേർക്ക് പ്രായമായിട്ട് സ്നാനപ്പെട്ടായിരിക്കാം. 3 പേരാണ് ഒരാൾക്ക് അല്ലേ? മിനിമം 40 പേരാണെങ്കിൽ എത്ര പേര് വരണം? 3, 12, 120 അല്ലേ? 120 പേര് വരണം. 120 പിന്നെ 80 കൂടെ കൂടി എത്രയായി? 200 പേര് അല്ലേ? 200 പേര് ഈ സ്ഥിരീകരണ കുട്ടികളെ കൂട്ടാതെ കാണും. ഇതെല്ലാം കൂടെ കൂട്ടി എത്ര പേരേ ഉള്ളൂ അല്ലേ? ഞാൻ പറഞ്ഞത് ഇത് വളരെ വളരെ കാര്യമായിട്ടും സീരിയസ് ആയിട്ടും എടുക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ? അതുകൊണ്ട് നമ്മുടെ തലമുറ ദൈവവിശ്വാസത്തിൽ ഉറച്ചു വരണമെങ്കിൽ, ദൈവത്തോടുള്ള ആരാധനയിൽ അവർക്ക് താല്പര്യം തോന്നണമെങ്കിൽ പ്രായമുള്ളവരും എന്ത് ചെയ്യണം? ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഓക്കെ. ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് എന്നോട് അതുപോലെ തന്നെ അച്ഛന്മാരുടെയൊക്കെ ഓഫീസേഴ്സിനൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. തിരുമേനി, ഞങ്ങൾക്ക് നല്ല അച്ഛന്മാരെ വേണം. പിന്നെ ആരെ വേണം? ഞങ്ങൾക്ക് നല്ല ഉപദേശിമാരെ വേണം, നല്ല അച്ഛന്മാരെ വേണം. ഈ നല്ല അച്ഛന്മാർ ഉപദേശിമാർ എവിടുന്നാ? അവരെവിടുന്ന് വരുന്നവരാ? തിരുനെൽവേലിയിൽ നിന്ന് വരുന്നവരാണോ? അതോ കന്യാകുമാരിയിൽ നിന്ന് വരുന്നവരാണോ? അതോ കർണാടകത്തിൽ നിന്ന് വരുന്നവരാണോ? എവിടുന്ന അവർ വരുന്നത്? നല്ല അച്ഛന്മാരും ഉപദേശിമാരും എവിടുന്ന വരുന്നത്? അവരേത് വീട്ടിൽ നിന്നാണ് വരുന്നത്? എൻ്റെ ചോദ്യം മനസ്സിലായോ? അവരാരാണ്? എവിടുന്ന് വരുന്നത്? വേറെ ഒരിടത്തുമില്ല. അവർ നമ്മുടെ മക്കളാണ്, നമ്മുടെ വീട്ടിൽ നിന്നാണ് വരുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ നല്ലവരെ കിട്ടണമെങ്കിൽ എവിടുന്ന് വരണം? നമ്മുടെ മക്കൾ വരണം, നമ്മുടെ വീട്ടിൽ നിന്ന് വരണം അല്ലേ? നല്ലവരില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആരാ മോശക്കാര്? അവിടെ പറഞ്ഞു കഴിഞ്ഞില്ലേ? വേറെ ആരുമില്ല, നമ്മൾ തന്നെയാണ് മോശക്കാരെന്നാണ് പറഞ്ഞിട്ട് അർത്ഥം. വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നു കേട്ടോ, വളരെ സീരിയസ്. സത്യസന്ധന്മാരായ, ദൈവഭയമുള്ള, ദൈവ ആരാധനയ്ക്ക് പോകുന്ന, രാവിലെയും വൈകുന്നേരം പ്രാർത്ഥിക്കുന്ന ആൾക്കാർ നമുക്ക് വേണം. അവരുണ്ടെങ്കിൽ മാത്രമേ അവരിൽ നിന്നാണ് ആര് വരേണ്ടത്? നല്ല അച്ഛന്മാർ വരണം, ഉപദേശിമാർ വരണം, മിഷണറിമാർ വേണം, കമ്മിറ്റിക്കാർ വരണം, കൈക്കാരന്മാർ വരണം, നല്ല സെക്രട്ടറിമാർ വരണം, നല്ല കപ്പ്യാരച്ചന്മാർ വരണം, നല്ല സഭാജനങ്ങൾ വരണം, നല്ല പഞ്ചായത്ത് മെമ്പർമാർ വരണം, നല്ല പഞ്ചായത്ത് പ്രസിഡന്റുമാർ വരണം, നല്ല MLA വരണം, MP വരണം, നല്ല ഉദ്യോഗസ്ഥന്മാർ വരണം, നല്ല രാഷ്ട്രീയ നേതാക്കന്മാർ വരണം. ഇച്ഛാശക്തിയുള്ള നേതാക്കന്മാർ നമുക്കുണ്ടാകണം. എവിടെ നിന്ന് വരണം? അവർ നമ്മുടെ വീടുകളിൽ നിന്നാണ് വരേണ്ടത്. നമ്മൾ നല്ലവരാണെങ്കിൽ എന്തു ചെയ്യും? നല്ല സമൂഹം ഉണ്ടാകും. അവർക്ക് അനുസരിക്കാൻ ദൈവം മക്കൾക്ക് കൊടുത്ത കൽപ്പനകളാണ് അടിസ്ഥാനം. നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ ഈ വേദവചനത്തിലുള്ള അടിസ്ഥാന പ്രമാണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ്
പല രാജ്യങ്ങളിലും എന്ത് ചെയ്തിരിക്കുന്നത്, ഭരണസമിതികൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഭരണഘടന ഉണ്ടാക്കിയത്. മറന്നുപോകരുത്. അതിശ്രേഷ്ഠമായ വചനമാണിത്. ഇത് നമുക്ക് ജീവിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, നമ്മുടെ സ്വന്തം ഭാഷയെ നമുക്ക് എഴുതി വെച്ച് തന്നിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഇതെന്ത് ചെയ്യണം, നിങ്ങൾ വായിക്കണം. കൽപ്പന എന്ത് ചെയ്യണം, കൽപ്പന. ഓക്കെ, സ്ഥിരീകരണമൊക്കെ കഴിഞ്ഞു പോയി. ഇവിടുന്ന് അല്ല കേട്ടോ, സ്ഥിരീകരണം കഴിഞ്ഞ് പോയി. ഒരു കൊച്ച് 2 ആഴ്ച മുമ്പ് ആ കൊച്ചിനെ പോലീസ് പിടിച്ചു. മോഷണക്കുറ്റം. എന്തായിരിക്കും കാരണം? നിങ്ങളല്ല, സ്ഥിരീകരണം കഴിഞ്ഞ് പോയ ഒരു സ്ഥിരീകരണം കഴിഞ്ഞിട്ട് പോയൊരു കൊച്ച് വേറെ സ്ഥലത്താണ്. ഏത് കൽപ്പന ആ കൊച്ചി ലംഘിച്ചേ? മോഷ്ടിക്കരുന്നുള്ള കൽപ്പന ആ കൊച്ചിന് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു, പോലീസ് വിളിച്ചു. മനസ്സിലായല്ലോ? കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണും, ഒരു 47 വയസ്സ്, ഏതാണ്ട് 47 വയസ്സുള്ളൊരു ആൺകൊച്ചിനെ പറഞ്ഞ മകനെ അറസ്റ്റ് ചെയ്തു പോലീസ്. എന്തിനാണെന്നറിയാമോ? അപ്പനെ അമ്മയും നോക്കാതെ ഉപേക്ഷിച്ചത്. അപ്പനെ അമ്മയും ഉപേക്ഷിച്ചതിന് ആൺമകനെ എന്ത് ചെയ്തു, പോലീസ് അറസ്റ്റ് ചെയ്തു. അത് ഏത് കൽപ്പന ലംഘിച്ചേ? മനസ്സിലായല്ലോ? പിന്നീട് കൽപ്പനയുണ്ട്, ഇവിടെ പറയുന്നുണ്ട്, നമ്മൾ ഞാനല്ലാതെ അന്യ ദൈവങ്ങൾക്ക് ഉണ്ടായിരുന്നു. 1-ാമത്തെ കൽപ്പന അല്ലേ, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും കാണുന്നതിനെയും കാണപ്പെടാത്തതിനെയും മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ ദൈവമാണ് എൻ്റെ ദൈവം. അതാണ് വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുന്നത് അല്ലേ. കാണുന്നതിനെയും നമ്മുടെ കണ്ണുകളിലൂടെ കാണാൻ പറ്റുന്നതിനെയും കാണാൻ പറ്റാത്തതിനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ ദൈവമാണ് എൻ്റെ ദൈവം. അവൻ എൻ്റെ ദൈവം. നമ്മുടെ വിശ്വാസമാണ്. വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഉറപ്പിച്ച് പറയുന്നൊരു കാര്യമാണ് അല്ലേ. ആണ് എൻ്റെ ദൈവം. ആ ദൈവത്തെ അല്ലാതെ എന്ത് ചെയ്യരുത്, വേറെ ഒരു ദൈവത്തെയും ആരാധിക്കരുത് അല്ലേ. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം എവിടെ നിന്നാണെന്ന് എനിക്കറിയത്തില്ല, ഒരു വേറൊരു ആരാധനാലയത്തിൽ പോയി വേറൊരു ആരാധന വിഗ്രഹത്തിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുത്ത് ചെയ്യുന്നു. എനിക്കൊരാൾ അയച്ചത്, നമ്മുടെ പള്ളിയിലെ പ്രധാനപ്പെട്ട ഒരാളാണ്. പക്ഷെ ഫോട്ടോ എടുത്തേക്കുന്ന എവിടെയാ, വേറൊരു ആരാധന സ്ഥലത്ത് നിന്ന് ഒരു വിഗ്രഹത്തിന് മുമ്പിൽ നിന്ന് ഫോട്ടോ എടുത്ത് അയച്ചതിരിക്കുക. ആരാധിക്കാൻ പോയത് അവിടെ, ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളാണ്. പിന്നെ എവിടെ കൂടെ പോയി, അവിടെ പോയി ഫോട്ടോ എടുത്തു. അന്യ ദൈവങ്ങൾ എന്ത് ചെയ്യരുത്, ആരാധിക്കരുത്. അവരെന്ത് ചെയ്യരുത്, കാണിക്കരുത്. അവന് മുമ്പിൽ എന്ത് ചെയ്യരുത്, നമസ്കരിക്കരുത്. ഭയങ്കര തെറ്റാണെന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ നമ്മുടെ ദൈവം ഏകദൈവമാണ്, വേറെ ഒരു ദൈവത്തെ നമ്മൾ ആരാധിക്കും അല്ലേ. അപ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ചില നാണയത്തൊട്ടുകളും കിഴിക്കെട്ടുകളും തേങ്ങായും അതുപോലെ പല സംഗതികളൊക്കെ എന്ത് ചെയ്യുന്നു, അപ്പോൾ ഒക്കെ ചുട്ട് എങ്ങോട്ട് കൊടുത്തു വിടുന്നു. ഏതായാലും ഞാൻ പോരുന്നില്ല, എനിക്ക് പള്ളിയിലെ പ്രധാനപ്പെട്ട സാധനമുണ്ട്, എനിക്ക് പള്ളി പാഠം വായിക്കണം, കുറേ ഒന്ന് പാടണം, ആക്കെ കൊണ്ട് എന്ത് ചെയ്യണം, ഇത് കൊണ്ടേ കൊടുത്തേരെ. എവിടെ വേറെ ദൈവങ്ങൾ എന്ത് ചെയ്യരുത്. അതെല്ലാം വിട്ടുപോകുന്നവരാണ്. സകലത്തെയും സൃഷ്ടിച്ച ദൈവം, അതാണ് നമ്മുടെ വിശ്വാസം. അത് ഇസ്രായേൽ മക്കളോട് പറഞ്ഞു. അതെല്ലാം ഈ കൽപ്പനകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുണ്ട്. 10 കൽപ്പന ഉണ്ട്, നമുക്കറിയാം. അത് നിങ്ങൾ വായിച്ച് പഠിക്കേണ്ടത്. ഈ സർവശക്തനായ ദൈവം മോശയ്ക്ക് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി മോശയിലൂടെ കൽപ്പന കൊടുത്ത 10 കൽപ്പനകൾ, അതിന് വിശദീകരണം കൊടുത്ത ദൈവം, ആ ദൈവത്തിൻ്റെ പുത്രൻ പർവ്വത പ്രസംഗത്തിൽ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പർവ്വത പ്രസംഗത്തിൽ ഈ കൽപ്പനയെക്കുറിച്ച് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ. അതിനകത്ത് ഈ കൽപ്പന കർത്താവ് എന്ത് ചെയ്യുന്നു, വിശദീകരിച്ച് പറയുന്നുണ്ട്. എന്താണ് ഈ കൽപ്പനയുടെ അർത്ഥം എന്ന് പറയുന്നത്. അത് കല്ലിൽ എഴുതി കൊടുത്തതാണെങ്കിൽ ദൈവപുത്രൻ എന്ത് ചെയ്തിരിക്കുന്നു, അതിൻ്റെ ആഴങ്ങളിലേക്ക്, അക്ഷരത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന കാണുവാൻ, വിശദീകരിക്കും കാണുവാൻ സാധിക്കും. ഇവിടെ നമ്മൾ 1-ാം പാഠം വായിച്ചപ്പോൾ എൻ്റെ അകത്ത് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, നിങ്ങളുടെ കല്ലായ ഹൃദയം ഞാൻ എന്ത് ചെയ്യും, നിങ്ങളിൽ നിന്ന് മാറ്റി മാംസളമായ ഹൃദയം തരും. ഞാൻ എൻ്റെ കൽപ്പനകൾ നിങ്ങളുടെ ഉള്ളിൽ എഴുതും, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിൽ ഉള്ളിലാക്കി എൻ്റെ കൽപ്പനകളിൽ എന്ത് ചെയ്യും, നടക്കുമാറാക്കും. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട സംഗതി. എന്താണ്, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കണമെങ്കിൽ, അതിപ്രകാരം ജീവിക്കണമെങ്കിൽ
ദൈവത്തിൻ്റെ സഹായം ആവശ്യമാണ്. ദൈവത്തിൻ്റെ സഹായം കൂടാതെ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിപ്പാൻ ഒരു മനുഷ്യന് സാധ്യമല്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ എന്നിലും നിങ്ങളിലും നൽകി. കൽപ്പനകൾ എന്ത് ചെയ്യണം? കൽപ്പനകൾ നമ്മൾ ഉള്ളിൽ ആക്കണം. കൽപ്പനകൾ ഉള്ളിലാക്കണം. അതാ പറഞ്ഞിരിക്കുന്നത്. കൽപ്പനകൾ ഉള്ളിലാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാതെ എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയായിരിക്കും? ഒരു ചെറിയ ഉദാഹരണം കൂടെ പറയാം. നമ്മളിപ്പോൾ ഇവിടുത്തെ PC മാത്യുക്കുട്ടി അച്ഛൻ എന്ത് ചെയ്യണം? വിളിക്കണം നിങ്ങൾക്ക്, അല്ലേ? ഒരു അത്യാവശ്യം. ഉടനെ നമ്മൾ എന്ത് ചെയ്യുന്നു? റവറൻ PC മാത്യുക്കുട്ടി ഡയസ് ഇഷ്ടകല ഡയസിസ് ട്രഷറർ എന്ന് അത്രയും ഫോണെ നമ്മൾ അടിക്കണോ? എന്തുമാത്രം അടിക്കും? ജസ്റ്റ് PCM എന്നടിക്കുമ്പോൾ എന്ത് ചെയ്യും? PC മാത്യുക്കുട്ടീനെ മുഴുവൻ പേര് വന്നു. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? എങ്ങനെയാ? പറഞ്ഞ മക്കളെ, ഓൾറെഡി അതിനകത്ത് ഉണ്ട്. ഈ ഫോണിനകത്ത് നേരത്തെ കിടക്കുക, ഫോണിനകത്ത് നേരത്തെ സേവ് ചെയ്തിട്ടിരിക്കുക, അല്ലേ? സേവ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്തില്ല? നമുക്ക് PC എന്ന് അടിച്ചാൽ എന്ത് ചെയ്തില്ല? ഒന്നും കിട്ടത്തില്ല, അല്ലേ? അപ്പം അച്ഛൻ്റെ നമ്പരും പേരും നേരത്തെ നമ്മുടെ ഫോണിൽ സേവ് ചെയ്തിട്ടിരിക്കുകയാണ്, അല്ലേ? നമ്മുടെ ആഗ്രഹം എന്താണ്? അച്ഛനെ വിളിക്കണം. അത് ആഗ്രഹം അനുസരിച്ച് PC നടിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്ത്? എല്ലാ PCയും എന്ത് ചെയ്യും? വന്നില്ല. M കൊണ്ട് അടിക്കും, മാത്തുക്കുട്ടിയും കൂടെ എന്ത് ചെയ്തു? വന്നില്ല, അല്ലേ? ആ പേരും നമ്പരും നമ്മുടെ ഫോണിലുണ്ട്. കൽപ്പന ഉള്ളിലാക്കുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അതുപോലെ. കൽപ്പനകൾ എന്ത് ചെയ്യും? നമ്മുടെ ഉള്ളിലാക്കുക, അല്ലേ? തക്ക സമയത്ത് എന്ത് ചെയ്യും? അത് ഓർമ്മ വരും. ഓക്കെ, അതെങ്ങനെയാണെന്ന് പറയാം. നിങ്ങളിപ്പം വീട്ടിൽ പോകാമെന്ന് കൂട്ടിക്കോ. നമുക്കാണ് നമ്മുടെ ഇതിലിപ്പോൾ എല്ലാവരും ഫോൺ ഒക്കെ സ്വന്തമായിട്ട് ഉപയോഗിക്കുക, അല്ലേ? ഫോൺ ചാർജ് ചെയ്യാൻ ഒരു രക്ഷയില്ല, അല്ലേ? നമുക്ക് സ്വന്തമായിട്ട് പൈസ ഇല്ലല്ലോ. അപ്പോൾ പിന്നെ എന്താണ്? ആരെങ്കിലും ചോദിച്ച് മേടിക്കുക. പപ്പായോടോ മമ്മിയോടോ ചോദിച്ച് മേടിക്കുക. അതുപോലെ തന്നെ കൂട്ടുകാരൊക്കെ ചോദിക്കുക. അതിനൊക്കെ ഒരു പരിധിയുണ്ട്, അല്ലേ? എത്ര തവണയാണ് മേടിക്കുന്നത്, എത്ര തവണ ചോദിക്കുന്നത്, അല്ലേ? അവസാനം പിന്നെ എന്നാ ഈ ചോദ്യമൊക്കെ നിർത്തും. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? പപ്പ എന്ത് ചെയ്തിരിക്കുന്നത്? പുറത്ത് പോയിട്ട് വന്നിട്ട് ഉടുപ്പ് എന്ത് ചെയ്തിരിക്കുന്നു? അയ്യായിരത്തിരിക്കുകയാണ്. നോക്കിയപ്പോൾ പേഴ്സ് അതിൻ്റെ അത് കിടപ്പുണ്ട്, അല്ലേ? ഓടിച്ചു വന്നു, പേഴ്സ് ഇങ്ങനെ എടുത്ത് ഒരു 100 രൂപ എടുക്കാണ്ട് തുടങ്ങിയപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? പേഴ്സിൽ നിന്ന് 100 രൂപ എടുക്കാൻ തുടങ്ങിയപ്പം എന്ത് സംഭവിച്ചു? എന്തോ ഓർമ്മ വന്നു? മോഷ്ടിക്കരുതെന്ന് പറഞ്ഞില്ല. ഉടനെ ആ പേഴ്സ് അതിൻ്റെ താത്തിയിട്ടിട്ട് ആരെങ്കിലും വന്നോന്ന് നോക്കുന്നു. നമ്മൾ കയ്യിൽ ഒന്നും അറിഞ്ഞില്ലെന്ന് പറഞ്ഞ് എന്ത് ചെയ്ത് പോകുന്നു, അല്ലേ? മോഷ്ടിക്കാൻ തുടങ്ങിയപ്പം മോഷ്ടിക്കരുതെന്നുള്ള കൽപ്പന വന്നു. നിങ്ങൾ വീട്ടിൽ ചെന്ന് നോക്കിയാ, അടി ആ തീയൊന്നും നോക്കിയിട്ടേ, അല്ലേ? ഇപ്പം തീയൊന്നും ഇല്ല, പിന്നെ ഗ്യാസ് കത്തിച്ചത്, അല്ലേ? വെള്ളമൊന്നും അടുപ്പൊന്നും ഓഫാക്കണേ. എനിക്കിപ്പം നേരമില്ല എന്ന് പറയാൻ വന്നതാണ്. അന്നേരം എന്നെ ഓർത്തേ ഏത് കൽപ്പനയാ? അപ്പനമ്മയും ബഹുമാനിക്കണം, അല്ലേ? അവർ പറഞ്ഞാൽ എന്ത് ചെയ്യണം? കേൾക്കണം. എന്നിട്ട് അത് എന്ത് ചെയ്തു? ഒന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? ചെയ്താക്കാവേ എന്ന് പറഞ്ഞ് അതുപോലെ കുട്ടികളോട്, അല്ലേ? അങ്ങനെ ഓരോ കൽപ്പനയും അതിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യും? അത് നമ്മൾ ഓർമ്മപ്പെടുത്തും. അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനമാണ്. ഓർത്തല്ലോ? കൽപ്പന ഉള്ളിലുണ്ടെങ്കിൽ എന്ത് ചെയ്യത്തുള്ളൂ? അത് ഓർമ്മ വരും. ഓരോ കൽപ്പനകളും അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു വന്നത്, അത് ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. നിങ്ങൾ പഠിച്ച കൽപ്പനകൾ എന്ത് ചെയ്യണം? ഓരോ ദിവസവും പാലിപ്പാൻ നിങ്ങൾ ഉത്സാഹമുള്ളവർ ആയിരിക്കണം. ഓക്കെ, നമ്മൾ ഏത് പള്ളിക്കാരാ? CSI എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഒരു അച്ഛൻ നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ CNI എന്ന് പറഞ്ഞു വന്നിട്ടുണ്ടല്ലേ? അതേത് പള്ളിയാ? CNI എന്ന് പറഞ്ഞാൽ എന്താ? ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ, അല്ലേ? ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്നാ പള്ളിയാ? അത് മറ്റു പള്ളിക്കാരുമായുള്ള വ്യത്യാസം എന്താ? വേറെ രണ്ടൊന്ന് പള്ളിയുടെ പേര് പറഞ്ഞേ. റോമൻ കത്തോലിക്ക, പിന്നെ ഓർത്തഡോക്സ്, മാർത്തോമ, പെന്തക്കോസ്ത്. ഓക്കെ, നിങ്ങൾക്കറിയാവുന്ന പേരൊക്കെ പറഞ്ഞു. ഇവിടെ ചുറ്റുപാടുള്ള പേരൊക്കെ പറഞ്ഞില്ല. ഓക്കെ, CSI സഭയും ആ സഭയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പറഞ്ഞു ശരിയാ. സാറവിടെ നിന്ന് കാണിക്കുന്നത് തട്ടിക്കോ ശരിയാണ്. പിള്ളേർ നിങ്ങൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ സാറിന് ജയിക്കായിരിക്കും, തീരുമാനം പിടിക്കാവും കേട്ടോ. ഓക്കെ, CSI എന്ന് പറഞ്ഞാൽ ഐക്യസഭയാണ്, അല്ലേ? മറ്റ് സഭകളോ? മറ്റ് സഭകൾ ഐക്യസഭയല്ല. ഐക്യസഭ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഒന്നായി തീർന്ന സഭ. ഒന്നായി തീർന്ന സഭ. മറ്റു സഭകളോ? ഒറ്റ സഭ. CSI സഭ ഒന്നായി തീർന്ന സഭ. ഒന്നായി തീരുക എന്ന് പറഞ്ഞാൽ എന്താ?
എന്നാ നമ്മുടെ സഭ രൂപീകരിക്കപ്പെട്ടത്? 1947 സെപ്റ്റംബർ മാസം 27-ാം തീയതി നമ്മുടെ സഭ ഐക്യസഭ രൂപീകൃതമായി. ഏതെല്ലാം പാരമ്പര്യങ്ങളായിരുന്നു ഒരുമിച്ച് വന്നത്? ഏതെല്ലാം സഭകളായിരുന്നു ഒരുമിച്ച് വന്നത്? ആംഗ്ലിക്കൻ, ആംഗ്ലിക്കൻ, ബാക്കി പ്രെസ്ബിറ്റേറിയൻ, കോൺഗ്രിഗേഷണൽ, മെത്തഡിസ്റ്റ് അല്ലേ? പ്രധാനമായും ഈ 4 പാരമ്പര്യങ്ങളാണ് ഒരുമിച്ച് ചെയ്യുന്നത് അല്ലേ? ആംഗ്ലിക്കൻ അല്ലെങ്കിൽ എപ്പിസ്കോപ്പൽ, പ്രെസ്ബിറ്റേറിയൻ, കോൺഗ്രിഗേഷൻ, മെത്തഡിസ്റ്റ് എന്നീ സഭാ പാരമ്പര്യങ്ങളാണ് ഒരുമിച്ച് വന്നത് അല്ലേ? ഒരുമിച്ച് വന്നിട്ട് നമ്മൾ CSI എന്ന ഐക്യസഭയായിട്ട് എത്തുകയാണ്. അപ്പോൾ ഇവിടെ ആരെല്ലാം ഉണ്ട്? റോമൻ കത്തോലിക് എന്ന് പറഞ്ഞാൽ റോമൻ കത്തോലിക്ക മാത്രമേ ഉള്ളൂ അല്ലേ? സിറിയൻ കത്തോലിക് എന്ന് പറഞ്ഞാൽ സിറിയൻ കത്തോലിക്ക മാത്രമേ ഉള്ളൂ. സിറിയൻ ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ സിറിയൻ ഓർത്തഡോക്സ് മാത്രമേ ഉള്ളൂ. മാർത്തോമാ സിറിയൻ എന്ന് പറഞ്ഞാൽ മാർത്തോമാ സിറിയന്മാർ മാത്രമേ അതിനകത്ത് ഉള്ളൂ, വേറെ ആരും ഇല്ല. പക്ഷെ CSI ആരെല്ലാം ഉണ്ട്? ഈ പറഞ്ഞ എല്ലാ ആൾക്കാരും ഉണ്ട്. ഈ പറഞ്ഞ എല്ലാ ആൾക്കാരും ഇപ്പോൾ ഓരോരുത്തരും സഭാ ബാക്ക്ഗ്രൗണ്ട് പറയാൻ പറഞ്ഞാൽ ഇവിടെ കുറഞ്ഞൊരു 5-8 സഭാ ബാക്ക്ഗ്രൗണ്ട് കാണാൻ സാധിക്കും അല്ലേ? എല്ലാവരും ചേർന്നതാണ് ഏത്? നമ്മുടെ CSI. അവിടെ വിവിധ ഭാഷകളുണ്ട്, വിവിധ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, സാമ്പത്തികമായിട്ട് പല നിലവാരങ്ങളിലുള്ള ആൾക്കാരുണ്ട്, എല്ലാ തരത്തിലുള്ള ആൾക്കാർ, ഈ പറഞ്ഞ എല്ലാ പാരമ്പര്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇതിനകത്ത് ഉണ്ട്. എല്ലാവരും ചേർന്നതാണ്, എല്ലാവരും ചേർന്ന് നിൽക്കുന്ന ഒരു സഭയാണ് ഏത് സഭ? CSI സഭ, അല്ലെങ്കിൽ ദക്ഷിണേന്ത്യ സഭ, അല്ലെങ്കിൽ തെന്നിന്ത്യ തിരുസഭ എന്ന് പറയുന്ന നമ്മുടെ ഐക്യസഭ. ഓക്കെ, അതുകൊണ്ട് CSI സഭയിൽ അംഗമായിരിക്കുന്നതിൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ അഭിമാനിക്കണം അല്ലേ? ഓക്കെ, എത്ര ഡയസിസ് ഉണ്ട്? അത് കേരളത്തിൽ മൊത്തം എത്ര ഡയസിസ് കാണും CSIക്ക്? 24, 25 എന്ന് പറയാം, 26 വരെ ആകാൻ പോകുന്നു. 25 ഉണ്ട്. ഡാസ്പോറ ഡയസ് എന്ന പുതിയൊരു ഡയസും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? രൂപീകൃതമായിട്ടുണ്ട്. സേലം ഈറോഡ് എന്ത് ചെയ്യുന്നു? ഒരു ഡയസും കൂടെ വരുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഡയസുകൾ ഇനിയും എണ്ണം കൂടും. സാധാരണ ഇപ്പോൾ നമ്മൾ 24 + 1 25 ഡയസാണ് ഇപ്പോൾ നമുക്ക് നിലവിൽ ഉള്ളത്. സക്രമം എത്രയുണ്ട്? ഏതെല്ലാം? വിശുദ്ധ സംസർഗവും ബാപ്റ്റിസവും അല്ലേ? സ്നാനവും വിശുദ്ധ സംസർഗവും. ഓക്കെ, അതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വളരെ നന്നായിരിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്ത്രീകരണത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം, അത് അച്ഛൻ ആദ്യമേ പറഞ്ഞു. നിങ്ങളുടെ ചെറിയ പിള്ളേരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പ്രായമുള്ളവർ അത് പറഞ്ഞതിന് ശേഷമാണ് ഇങ്ങോട്ട് സ്ത്രീകരണത്തിനാണ് വരുന്നത്. പറഞ്ഞ പ്രകാരമാണ്. നിങ്ങൾ ശിശുവായിരുന്നപ്പോൾ സ്നാന സമയത്ത് നിങ്ങളുടെ ജ്ഞാനമാതാപിതാക്കന്മാർ നിങ്ങൾക്ക് വേണ്ടി ചില പ്രതിജ്ഞകൾ എടുത്തിട്ടുണ്ട്. ആ പ്രതിജ്ഞകൾ സ്വയമായിട്ട് എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഏറ്റെടുക്കുന്ന ദിവസമാണ് ഇന്ന്. ആ പ്രതിജ്ഞകൾ എന്ന് പറയുന്നത്, നമ്മൾ സ്നാന സമയത്ത് ദേവാലയത്തിൽ നിങ്ങളെ കൊണ്ടുവന്നപ്പോൾ നിങ്ങളൊരു സാധാരണ ഒരു മനുഷ്യ കുഞ്ഞാണ്. സ്നാനത്തിലൂടെ നിങ്ങൾ ആരായിത്തീർന്നു? വിശുദ്ധ ബപ്തിസ്മയിലൂടെ നിങ്ങൾ ആരായിത്തീർന്നു? നിങ്ങൾ ദൈവ മക്കളായിട്ട് തീർന്നു, ദൈവ പൈതലായിട്ട് തീർന്നു. അതുവരെ സാധാരണ ഒരു മനുഷ്യക്കുഞ്ഞായിരുന്നെങ്കിൽ സ്നാന സമയത്ത് നിങ്ങൾ ആരായിത്തീർന്നു? ദൈവ പൈതലായിട്ട് തീർന്നു അല്ലേ? നിങ്ങൾ യേശുവിന് വേണ്ടി ജനിക്കും എന്നുള്ളതിന് അടയാളമായിട്ട് എന്ത് ചെയ്തു? നിങ്ങളുടെ നെറ്റിമേൽ എന്ത് ചെയ്തിട്ടുണ്ട്? കുരിശിൻ്റെ അടയാളം വരച്ചു. നിങ്ങൾ അവിടെ നിന്ന് എന്ത് ചെയ്തു? നമ്മുടെ സാധാരണ പാരമ്പര്യം അനുസരിച്ച് അവിടുന്ന് സ്നാനപ്പെടുത്തി ഇവിടെ കൊണ്ടുവന്നു. അച്ഛന്മാർ എന്ത് ചെയ്തു? കൈകളിൽ നിങ്ങളെ മേടിച്ചു, കുഞ്ഞായിരുന്നപ്പോൾ മേടിച്ചു. ഇവിടെ കർത്തൃമേശയെ കൊണ്ടുവന്ന് മുട്ടിച്ചു പ്രാർത്ഥിച്ചു അല്ലേ? നിങ്ങളെ സമർപ്പിച്ചു. ദൈവമേ, ഈ കൊച്ചിനെ എന്ത് ചെയ്യുന്നു? സമർപ്പിക്കുന്നവനെന്നും അങ്ങേക്കുള്ളവരാണ്, ഇവളെന്നും അങ്ങേക്കുള്ളവരായിരിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് നിങ്ങളുടെ കൈ നിങ്ങളുടെ പേരൻസിൻ്റെ കൈ കൊടുക്കും. പ്രായമുള്ളവരാണ് എന്ത് ചെയ്യും? അവരിവിടെ മുട്ടുകുത്തി എന്ത് ചെയ്യും? അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അവരെന്ത് ചെയ്യുന്നു? എന്നിട്ട് തിരികെ അവർ പോവുകയാണ്. പോകുമ്പോൾ പറഞ്ഞു വിടുന്ന ചില കാര്യങ്ങളുണ്ട്. അതെന്ന് പറയുന്നത്, ഈ കൊച്ചിനെ കർത്താവിൻ്റെ പ്രാർത്ഥന പഠിപ്പിക്കണം. പേരൻസിനോട് പറയുന്നതാണ്. കർത്താവിൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞ ഏത് പ്രാർത്ഥനയാണ്? സ്വർഗസ്നാനങ്ങളുടെ പിതാവേ. സ്വർഗസ്നാനങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന കാണാതെ അറിയാമെന്ന് കൈപ്പിക്കേ. സ്വർഗസ്നാനങ്ങളുടെ പിതാവേ, തമിഴിൽ എന്നാ സാറേ പറയുന്നില്ല, മനസ്സിലാവും? ഓക്കെ, സ്വർഗസ്നാനങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന കാണാതെ അറിയാവുന്നവര് കൈവക്കി. ഇച്ചിരി നല്ലല്ലോ, കൈവക്കിക്കേ. ഓക്കെ, അവിടെ രണ്ടൊന്നും പിള്ളേർ ഇരിപ്പുണ്ടല്ലോ, അവർക്ക് കൈ പൊക്കിയോ കാണത്തില്ല. കൈ താത്തിയിട്ടേ. കർത്താവിൻ്റെ പ്രാർത്ഥന അറിയാമോ? ഓക്കെ, കർത്താവിൻ്റെ പ്രാർത്ഥന പഠിപ്പിച്ചിട്ട് കൊണ്ടുവരാമെന്നാണ് പറഞ്ഞു വിട്ടേക്കുന്നത് കേട്ടോ അന്ന്. ഓക്കെ, 10 കൽപ്പന അറിയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞു, എല്ലാം അറിയാമെന്ന് പറഞ്ഞു അല്ലേ? 10 കൽപ്പന. കർത്താവിൻ്റെ പ്രാർത്ഥനയും 10 കൽപ്പനകളും
ഒരു വിശ്വാസി തൻ്റെ ആത്മാവിൻ്റെ സൗഖ്യത്തിനായി അറിഞ്ഞ് വിശ്വസിക്കണം. സകല കാര്യങ്ങളും പഠിപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യണം? കുട്ടികളെ ഇവിടെ കൊണ്ടുവരണം, എപ്പിസ്കോപ്പയുടെ അടുക്കൽ കൊണ്ടുവരണം, സ്ഥിരീകരണത്തിനായിട്ട് കൊണ്ടുവരണം എന്നാണ്. അങ്ങനെയാണ് അതിപ്പോൾ നമ്മൾ 14 വയസ്സാ തൊട്ടാണ് നമ്മൾ സാധാരണ സ്ഥിരീകരണത്തിൽ ചേർന്നത്. 14 വർഷം മുമ്പ് നിങ്ങൾ എന്ത് ചെയ്തു? ഇവിടെ സ്നാനപ്പെടുത്തി നിങ്ങളെ നല്ല പൈതലായിട്ട് വളർത്താമെന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തു? കൊണ്ടുപോയതാണ്. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജ്ഞാനവാക്കന്മാരെടുത്ത പ്രതിജ്ഞകൾ നിങ്ങൾ സ്വയം എന്ത് ചെയ്യാണ്? ഏറ്റെടുക്കുകയാണ് അല്ലേ? അവർ അന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പാകുന്ന ചെറിയ രീതിയിൽ പറയാം. ഒന്ന്, അവർ പറഞ്ഞു, നിങ്ങൾ കള്ളുകുടി, വീടി വലി അങ്ങനെയുള്ള കാര്യങ്ങൾ, ലഹരി വസ്തുക്കളൊന്നും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഇന്ന് തൊട്ട് അതെല്ലാം ഉപേക്ഷിക്കും. നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? അവർ എല്ലാവിധമായ മോശം പ്രവർത്തനങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? അവർ ഉപേക്ഷിച്ചു. കാരണം എന്താ? ആ ചീത്തത്തരങ്ങളൊന്നും എന്ത് ചെയ്യരുത്? നിങ്ങൾ കണ്ടുപിടിക്കരുത്. നിങ്ങളുടെ നല്ല ജീവിതം കണ്ട് ഈ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണം? നല്ലവരായിട്ട് വളരണം. ഇവർ വഴിതെറ്റിപ്പോകുന്ന യാതൊരു കാരണങ്ങളും എന്ത് ചെയ്യരുത്? കാര്യങ്ങൾ ചെയ്യരുത് എന്ന് ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോയത്. ഓക്കെ, നിങ്ങളുടെ പേരൻസ് വേദോസം വായിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഒന്ന് കൈവക്കിക്കേ. വേദോസം വായിക്കുന്ന പപ്പായും മമ്മിയൊക്കെ പള്ളി വരുമ്പോൾ വായിക്കുന്നതല്ല, വീട്ടിൽ നല്ലേ കുറേ പേര് കൈ പൊക്കുന്നില്ല. ഓക്കെ, താത്തിയിട്ടോ. പ്രാർത്ഥിക്കുന്നവരുണ്ടോ? പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ പേരൻസ്, നിങ്ങളല്ല, പേരൻസ് പ്രാർത്ഥിക്കുന്നവരാണോ എല്ലാ ദിവസവും? കുറച്ച് പേരുണ്ട്, എന്നാലും അതിൻ്റെ അകത്ത് കൈ പൊക്കാത്തവരും ഉണ്ട്. ഓക്കെ, കൈ താത്തിയിട്ടു. ഓക്കെ, രാവിലെ വൈകുന്നേരവും പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് കൂടുന്നുണ്ട്. നിങ്ങൾ വീട്ടിലെ രാവിലെ വൈകുന്നേരമുള്ള കുടുംബ പ്രാർത്ഥന എന്നാണ് പറയുന്നത്. രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥനയ്ക്ക് കൂടുന്ന കുട്ടികൾ കൈവകിക്കേ. ഒരാളുണ്ട്. പ്രൈസ് ദി ലോർഡ്. നുണ പറയരുത്, സത്യം മാത്രം. ഓക്കെ, 2.5 പേരുണ്ട്. 3.5 പേരുണ്ട്. 3.5 പേരെന്ന് പറഞ്ഞാൽ ഒരാളിങ്ങനെ കൈവക്കി, ഒരാളിങ്ങനെ കൈവക്കുന്ന 1/2 പേരെന്ന് പറഞ്ഞു. അപ്പം രാവിലെ വൈകുന്നേരം ഏതെങ്കിലും ഒരു പ്രാർത്ഥന അവർ കൂടത്തുള്ളൂ എന്താ ഒക്കെ ചെയ്താട്ട്. നിങ്ങൾ കൂടാത്തതാണോ അതോ ഇല്ലാത്തതാണോ വീട്ടിൽ രാവിലെ വൈകുന്നേരം പ്രാർത്ഥന? കൈയൊന്നും പൊക്കണ്ട. ഏതായിരിക്കും ശരി? പിള്ളേർ പറയുന്നുണ്ട് കേട്ടോ, നിങ്ങളെ നാണം കെടുത്താൻ കഴിഞ്ഞാൽ ഞാൻ പിന്നെ പറയുന്നില്ലെന്നേ ഉള്ളൂ. നിങ്ങളുടെ വീട്ടിൽ എന്തില്ലെന്നാ പറഞ്ഞേ? രാവിലെ വൈകുന്നേരം എന്ത് ചെയ്യുന്നില്ല? നിങ്ങൾ വലിയ ഓർഡറൊക്കെ വലിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? രാവിലെ വൈകുന്നേരം എന്ത് ചെയ്യുന്നില്ല? പ്രാർത്ഥിക്കുന്നില്ലെന്നായി പിള്ളേർ എൻ്റെ മുഖത്ത് നോക്കി പറയുന്നു കേട്ടോ. പിന്നെ പിള്ളേർ നന്നായിട്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്തിനു നടക്കുമോ? നമ്മൾ എന്ത് ചെയ്യണം? പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കും, നമ്മുടെ മക്കൾ കാണണം. അങ്ങനെ കണ്ടാലേ മാത്രമല്ല അവരെന്ത് ചെയ്യുന്നു? അവരുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ വേദവസ്തം വായിക്കുന്നത് അവർ കണ്ടാലേ, അവർ പ്രായമാകുമ്പോൾ അവർ വേദവസ്തം വായിക്കുന്ന അവരുടെ മക്കൾ എന്ത് ചെയ്തുള്ളൂ? കാണണം. നമ്മൾ കൃത്യമായിട്ട് ദേവാലയത്തിൽ പോയി ദൈവത്തെ ആരാധിച്ചാലേ എന്ത് ചെയ്തുള്ളൂ? അവർ എന്ത് ചെയ്തുള്ളൂ? അവർ ദേവാലയത്തിൽ പോകത്തുള്ളൂ. അതുകൊണ്ട് അവരുടെ മക്കൾ എന്ത് ചെയ്യത്തുള്ളൂ? ദേവാലയത്തിൽ പോകത്തുള്ളൂ. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് നല്ല കാര്യം പറഞ്ഞാലേ എന്ത് ചെയ്യത്തുള്ളൂ? നമ്മുടെ മക്കളും മറ്റുള്ളവരെ കുറിച്ച് നല്ലത് പറയാം. ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ സ്ഥിരീകരിക്കപ്പെടാൻ പോവുകയാണ്. നിങ്ങൾ ആ പ്രാർത്ഥനയോടെ പോകുക, ഇന്ന് എടുക്കുന്ന പ്രതിജ്ഞകൾ അനുസരിപ്പാന്ന് ഇത് നിങ്ങൾക്ക് സഹായിക്കട്ടെ. ഒരു വാക്യം കൂടെ പറയാമെന്ന് സുവിശേഷ വേദഭാഗം വായിച്ചു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യം. എടുത്താദ്യം വായിക്കുന്നു. സ്ഥിരീകരണത്തിലുള്ളതാണോ? ഇല്ല അല്ലേ? ഓക്കെ, സ്ഥിരീകരണത്തിലുള്ളൊരു വാക്യം. ഓക്കെ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളു. എല്ലാവരും ചേർന്നെന്ന് പറഞ്ഞ വാക്യം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളു. വേഗം പെൺകുട്ടികൾ പറഞ്ഞ് നിങ്ങളെന്നെ അവർക്ക് പറഞ്ഞ് ചേർന്ന് പറഞ്ഞ് ഇത്രയും ശബ്ദമൊന്നും പറിച്ച് അവർക്ക് പറഞ്ഞ്. ഓക്കെ, ആൺകുട്ടികൾ പറഞ്ഞ് ഒന്നുകൂടെ പറഞ്ഞേ. ഓക്കെ, തമിഴ് മലയാളം ഏത് ചേർത്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല, രണ്ടും ശരി തന്നെ അല്ലേ? ഓക്കെ, എല്ലാവരും ചേർന്ന് പറഞ്ഞേ. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ?
ദൈവത്തെ സ്നേഹിക്കുന്നവർ കൈപൊക്കിക്കേ. ദൈവത്തെ സ്നേഹിക്കുന്നവർ കൈപൊക്കിക്കേ. കൈതാട്ടോ. എന്ത് ചെയ്യും നിങ്ങളെ? എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. കൽപ്പനകൾ പഠിക്കുക, അതെന്ത് ചെയ്യുക? അതനുസരിക്കാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു പോവുക. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറുണ്ട്. ഇപ്പം പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവം പരിശുദ്ധാത്മാവായ ദൈവം സകല ബഹുമാനം കൊടുത്തു കാലാവസാനം കൂടെ ഉണ്ടായിരിക്കട്ടെ. ആ